എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ കേറ്റിന്റെ വെരിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ജില്ലകളിൽ അല്ലെങ്കിൽ ഓരോ എഡ്യൂക്കേഷൻ മേഖലകളിലായിട്ട് എന്ത് വരും, കേറ്റിന്റെ വെരിഫിക്കേഷൻ വരും. സാധാരണയായിട്ട് അത് നമ്മൾ പത്രങ്ങളിൽ കൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. ഞാൻ ഈ ചാനലിൽ അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം കേറ്റിന്റെ വെരിഫിക്കേഷൻ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മിസ്സാവാതെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കൽ കേറ്റിന്റെ വെരിഫിക്കേഷൻ പോയി നടന്നില്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത പ്രാവശ്യം കേറ്റിന്റെ വെരിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ആദ്യമായിട്ട് SSLCയുടെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ +2 SSC സർട്ടിഫിക്കറ്റും +2ന്റെ സർട്ടിഫിക്കറ്റും വേണം. ഏത് കാറ്റഗറി 1 എഴുതുന്നവർക്ക് SSLCയും +2ന്റെ സർട്ടിഫിക്കറ്റും വേണം. ഇനി കാറ്റഗറി 2 എഴുതുന്നവർക്ക് SSLC വേണം, +2 വേണം, അതുപോലെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൂടെ വേണം. കാറ്റഗറി 2, 3 ഒക്കെ എഴുതുന്നവർക്ക് അതിന്റെ കൂട്ടത്തിൽ എന്ത് വേണം? കാറ്റഗറി 1 എഴുതുന്നവർക്ക് TTC വേണം. പിന്നെ അതുപോലെ BEdന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് BEdന്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അവർ സ്വീകരിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല നമ്മൾ ഡിഗ്രി എടുത്തിട്ടുള്ളത്, പുറത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. തമിഴ്നാട് യൂണിവേഴ്സിറ്റികളിൽ നിന്നും, അതുപോലെ കാമരാജ് യൂണിവേഴ്സിറ്റി, അതുപോലെ അളഗപ്പ യൂണിവേഴ്സിറ്റി, അതുപോലെ നമ്മൾ തമിഴ്നാട്ടിൽ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കറസായിട്ട് എടുത്തിട്ടുള്ളവർക്ക്, ഇഗ്നോയിൽ നിന്ന് എടുത്തിട്ടുള്ളവർക്ക്, അതായത് കേരളത്തിന്റെ പുറത്ത് നിന്ന് എടുത്തിട്ടുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും ഒരു ഇക്വാലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതായത് അവിടെ നിന്ന് അത് നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുകൊടുത്തിട്ട്, കേരള യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കൊണ്ടുകൊടുത്തിട്ട് അത് ഇവിടുത്തെ ഡിഗ്രിക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇക്വാലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വാങ്ങിക്കണം. അത് എല്ലാവരും ഇപ്പോഴും പുറത്തുനിന്നാണ് ഡിഗ്രി ചെയ്തിട്ടുള്ളവരെ ഇപ്പൊ തന്നെ അത് മേടിച്ചു വെക്കുക. വെരിഫിക്കേഷൻ സമയത്ത് അപ്പൊ കിടന്ന് പോകേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അത് മേടിച്ചു വെക്കുക, അത് വേണം. TTC BEd സർട്ടിഫിക്കറ്റുകൾക്കും അല്ലെങ്കിൽ അതിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾക്കും ഒപ്പം ഇത് കൂടെ വേണം. പിന്നെ നാലാമതൊരു കാര്യം, ഹാൾ ടിക്കറ്റ് വേണം. ഹാൾ ടിക്കറ്റ് സൈൻ ചെയ്തിട്ട് നമ്മൾ ഇൻവിജിലേറ്റർ എക്സാം ഹാളിൽ സൈൻ ചെയ്തിട്ടുള്ള ഹാൾ ടിക്കറ്റ് ആണ് വേണ്ടത്. അത് ഇല്ല, നഷ്ടപ്പെട്ട പക്ഷം നമ്മൾ അതിനോടൊപ്പം സാക്ഷ്യപ്പെടുത്തിയിട്ട് സൈൻ ഇല്ലാത്ത ഒരു ഹാൾ ടിക്കറ്റ് കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ഇനി കേറ്റിന്റെ റിസൾട്ട്, നമ്മുടെ റിസൾട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. റിസൾട്ടിന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മുകളിൽ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് പ്രിന്റ് എടുത്ത് വെക്കുക. ആ പ്രിന്റ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുക. ഇനി നമ്മുടെ മാർക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്ക് റിലാക്സേഷൻ സാധാരണ കിട്ടുന്നത് SC ST OBC അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണ് മാർക്ക് റിലാക്സേഷൻ കിട്ടുന്നത്. ജനറൽ കാറ്റഗറിക്കാർക്ക് 90 മാർക്കാണ്. അപ്പൊ അവർക്ക് യാതൊരുവിധ സർട്ടിഫിക്കറ്റും കാണിക്കേണ്ട. പക്ഷെ OBC കാറ്റഗറിയിലുള്ളവർക്കും SC SC കാറ്റഗറിയിലുള്ളവർക്കും അവരുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. OBC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് വേണം, അതുപോലെ SC ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് വേണം. ഇനി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഫിസിക്കലി ഡിസേബിൾഡ് ആണ് എന്ന് തെളിയിക്കുന്ന, എത്ര ശതമാനം ഫിസിക്കലി ഡിസേബിൾഡ് ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ വേണം. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ കേറ്റിന്റെ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത്. കാറ്റഗറി 1 എഴുതുന്നവർക്ക് SSLCയുടെയും +2ന്റെയും TTCയുടെയും മതിയാകും. കാറ്റഗറി 2 എഴുതുന്നവർക്ക് SSLC +2 ഡിഗ്രി +TTC ഓർ ഡിഗ്രി +BEd. കാറ്റഗറി 3 എഴുതുന്നവർക്കും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും BEdന്റെ സർട്ടിഫിക്കറ്റും ഇതിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോട് ഉപയോഗിക്കാം അല്ലെ. ഇപ്പം ഒറിജിനൽ കിട്ടിയിട്ടുള്ള ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോട് ഉപയോഗിക്കാം. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ BEd പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ TTC പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവർക്ക് അടുത്ത തവണ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കി സർട്ടിഫിക്കറ്റ് മേടിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേരളത്തിന് പുറത്ത് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യുമെന്ന് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും. കേരളത്തിന് പുറത്ത് ഡിഗ്രി നേടിയിട്ടുള്ളവര് ചെയ്യേണ്ട കാര്യം, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട്, കേരളത്തിന്റെ അകത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഒരു ഇക്വാലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൊണ്ടുപോവുക. ചില എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ, അതായത് ഇപ്പം ഓരോ എഡ്യൂക്കേഷൻ ഫീൽഡായിട്ടാണ് നമുക്ക് കരുതുന്നത്. ഇപ്പം തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അതുപോലെ കൊല്ലത്തിന്റെ പല സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ ഫീൽഡ് ഉണ്ട്. അപ്പം അവർ പറയുന്ന ഡേറ്റിന് അവർ പറയുന്ന സ്ഥലത്ത് വെച്ചായിരിക്കും നടക്കുന്നത്. അത് പത്രക്കുറിപ്പുകൾ വഴിയും ചിലപ്പോൾ DO ഓഫീസ് വഴി, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറുടെ വെബ്സൈറ്റ് വഴി ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പം അവിടെ പോകുന്നതിന് മുന്നേ നമ്മൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഇപ്പൊ തന്നെ കേട്ടിട്ട് കിട്ടിയവരെ ഒന്ന് ശരിയാക്കി വെക്കുക. ഇതിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കിട്ടാൻ കുറച്ച് കാലതാമസം ഉണ്ടാകുന്നത് ചിലപ്പോൾ OBC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മൾ ഇവിടെ അല്ല പഠിച്ചിട്ടുള്ളത്, തമിഴ്നാട്ടിലാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ അവിടുത്തെ സർട്ടിഫിക്കറ്റ് നമുക്ക്, അതിനുള്ള ഇക്വാലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. മറ്റ് രേഖകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും രേഖകൾ ഇല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ എടുത്തു വെക്കുക. നമ്മുടെ ഈ ചാനൽ വഴി ഓരോ ജില്ലകളുടെയും അല്ലെങ്കിൽ ഓരോ എഡ്യൂക്കേഷൻ ഓഫീസിൽ നടക്കുന്ന വെരിഫിക്കേഷന്റെ ഡേറ്റും സമയമൊക്കെ
ഇതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.